ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിൻ്റെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 8 പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം. കഴിഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് റേസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷന്, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോള്, ഫൈനൽ കോള് അങ്ങനെയായിട്ടാണ് കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യുക. ഓക്കെ, കമ്പനി 10 രൂപയുടെ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഈ 10 രൂപ എങ്ങനെയായിട്ടാണ്? 3 രൂപ അപ്ലിക്കേഷന്, 3 രൂപ അലോട്ട്മെൻറ്റ്, 2 രൂപ ഫസ്റ്റ് കോള് ആൻഡ് 2 രൂപ ഫൈനൽ കോള്. ഓക്കെ, അങ്ങനെ 10 രൂപയുടെ 10,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ മണി വിളിച്ചു. 1 ഏപ്രിൽ 2020 അപ്ലിക്കേഷൻ മണി 3 രൂപ. അപ്ലിക്കേഷൻ മണി കിട്ടി, 30,000 കിട്ടി. ഓക്കെ, ദെൻ 1 ഏപ്രിൽ 2020 അലോട്ട്മെൻറ്റ് മണി വിളിച്ചു. 3 രൂപയാണ് അലോട്ട്മെൻറ്റ് മണി വിളിച്ചത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി എത്ര കിട്ടി? 30,000 ആണ് അലോട്ട്മെൻറ്റ് മണി കിട്ടേണ്ടത്. എന്നാൽ മിസ്റ്റർ എൻ്റെ കയ്യിൽ 500 ഷെയർ ഉണ്ട്. ഈ 500 ഷെയറിൻ്റെ കോൾ മണി അലോട്ട്മെൻറ്റ് മണി കൊടുക്കുമ്പോൾ തന്നെ മിസ്റ്റർ എ പേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 500 ഷെയറിൻ്റെ കോൾ മണി എന്ന് പറയുമ്പോൾ 2 രൂപയാണ്. 1000 രൂപ മിസ്റ്റർ എ അലോട്ട്മെൻറ്റ് മണി പേ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൾ മണിയുടെ എമൗണ്ടും കൂടി അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൾ മണി സ്വീകരിക്കുമ്പോൾ 1000 രൂപ കോൾസിന് അഡ്വാൻസ് ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ എന്താണ് കോൾസിന് അഡ്വാൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കോൾസിന് അഡ്വാൻസ് എത്രയാണ്? 1000 രൂപയാണ്. അപ്പോൾ കോൾ മണി വിളിക്കുന്നതിൻ്റെ മുന്നേ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ തന്നെ കോൾ മണി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് കോൾസിന് അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഏപ്രിൽ 2020 കോൾസിന് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഈ 1 ജൂലൈ 2020 ഫസ്റ്റ് കോള് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫസ്റ്റ് കോള് ഡ്യൂ ആകുന്നത് എന്നാണ്? 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ? 1 ജൂലൈ 2020 ആണ്. അപ്പോൾ ഈ ഡേറ്റിനെ കാട്ടി മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 1000 രൂപ കോൾസിന് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കോൾ മണിയുടെ എമൗണ്ട് 1 ഏപ്രിൽ 2020 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 3 മാസം മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് നേരത്തെ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ഈ പീരീഡിനുള്ള ഇൻട്രസ്റ്റ് അഡ്വാൻസ് ആയി കിട്ടിയ എമൗണ്ടിന് ഈ 3 മാസത്തെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യും. ഓക്കെ, ആ ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാവും ഇൻട്രസ്റ്റ് പേ ചെയ്യുക? 1000 രൂപയാണ് കോൾസിന് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? ഇപ്പോൾ 12% ആണെന്ന് സപ്പോസ് ചെയ്യുക. 12% ഇൻറ്റു എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്കാണെങ്കിൽ 3/12. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആകും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ആരാണ് പേ ചെയ്യുക? കമ്പനിയാണ് പേ ചെയ്യുക. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്? എക്സ്പെൻസ് ആണ്. ശ്രദ്ധിക്കാം, എക്സ്പെൻസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകമാണ്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനിയാണ് പേ ചെയ്യുക. സോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. കോൾസ് ഇൻ അഡ്വാൻസ് ഈസ് എ ലാബിലിറ്റി ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് ആൻ അണ്ടർ ആൻ ഒബ്ലിഗേഷൻ ഇഫ് പ്രൊവൈഡഡ് ബൈ ദി ആർട്ടിക്കിൾസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ സച്ച് എമൗണ്ട്. നമ്മൾ പഠിച്ചതാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്. കാരണം എന്താണ്? അത് ഡ്യൂ ആകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്, പ്രീപെയ്ഡ് ആണ്. സോ ദാറ്റ് ഈസ് ലാബിലിറ്റി ആണ്. ഇറ്റ്സ് അണ്ടർ എൻ ഒബ്ലിഗേഷൻ ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദി ആർട്ടിക്കിൾസ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ സച്ച് എമൗണ്ട്. അപ്പോൾ ഈ മുൻകൂട്ടി കിട്ടിയിട്ടുള്ള ഈ കോൾസ് ഇൻ അഡ്വാൻസിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പറഞ്ഞിട്ടില്ല എങ്കിൽ കമ്പനീസ് ആക്ട് 2030 പ്രകാരം ടേബിൾ എഫിൽ
പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, കോൾസിന് അഡ്വാൻസിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. എത്രയാണ്? നോട്ട് എക്സീഡിങ് 12%. അപ്പോൾ മാക്സിമം 12%. കൂടാതെ ഒരു ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് പേ ചെയ്യണം. ആർക്കാണ് പേ ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിന്. ആരാണ് പേ ചെയ്യേണ്ടത്? കമ്പനിയാണ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കോൾസിന് അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതുണ്ട്. ഇനി ആ ഇൻട്രസ്റ്റിൻ്റെ ഡ്യൂറേഷനാണ് പറയുന്നത്. ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് സച്ച് മണി അപ് ടു ദ ഡേറ്റ് വെൻ ദ അപ്രോപ്രിയേറ്റ് കോൾ ഈസ് ഡ്യൂ ഫോർ ദി പേയ്മെൻറ്റ്. എന്നാണോ കോൾസിന് അഡ്വാൻസ് കിട്ടിയത് അന്ന് മുതൽ കോൾസിന് അഡ്വാൻസ് കിട്ടിയ ആ കോള് ആക്ച്വലി എന്നാണോ ഡ്യൂ ആകുന്നത് ആ കാലയളവ് വരെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് നോക്കാം. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി: ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ടു സൺട്രി മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് എന്താണ്? എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് ഡെബ്റ്റർ ടു ഷെയർ ഹോൾഡേഴ്സ്. ആർക്കാണോ കൊടുക്കേണ്ടത് അവരെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ടു സൺട്രി മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിൻ്റെ എൻട്രി മനസ്സിലാക്കി. ഇനി ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡ്യൂ ആയിട്ടുള്ളൂ, ഇനി അത് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താകും? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓർ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. പേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് അല്ലേ, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിലുള്ള എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. ക്ലിയർ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ABC Limited issued 2 lakh equity shares of ₹10 each payable as follows. അപ്പോൾ ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ 2 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപ. അപ്പോൾ 10 രൂപ വിലയുള്ള 2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ആ ഷെയർസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ടു ഓൺ അപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് 1 January 2011. അലോട്ട്മെൻറ്റ് മണി 3 ആണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നത് 1 March 2011. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര രൂപയാണ്? 5 രൂപയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അത് ഡ്യൂ ആകുന്നത് 1 July 2011. ഇങ്ങനെയാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. അതിൻ്റെ എമൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെയർസ് വേർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് ഇൻ ഫുള്ള്. അപ്പോൾ ഈ 2 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തത് ഫുള്ളായിട്ട് എന്ത് ചെയ്തു? സബ്സ്ക്രൈബ് ചെയ്തു, ഫുള്ളായിട്ട് പേ ചെയ്തു. വൺ ഓഫ് ദി ഷെയർ ഹോൾഡർ മിസ്റ്റർ മനോജ് ടു ഹൂം അലോട്ടഡ് 5,000 ഷെയർസ് പെയ്ഡ് ദ കോൾ മണി അലോങ് വിത്ത് ദി അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ മിസ്റ്റർ മനോജ് എന്ന ഒരു ഷെയർ ഹോൾഡർ, ആ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ 5000 ഷെയർസ് ഉണ്ട്. ആ 5000 ഷെയർസിൻ്റെ മണി അലോട്ട്മെൻറ്റ് മണി പേ ചെയ്യുമ്പോൾ തന്നെ കോൾ മണിയും അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ കോൾ മണി എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? കോൾസിന് അഡ്വാൻസ് സംഭവിച്ചു അല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് ഷുഡ് ബി ഗിവൺ അറ്റ് 12%. ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് 12% ആണ് കൊടുക്കുന്നത്. പാസ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എൻട്രി എഴുതാം, ജേണൽ എൻട്രീസ് എഴുതാം. ഫസ്റ്റ് എന്താണ്? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രി. എത്ര ഷെയർസാണ്? 2 lakh ഷെയർസ്. അപ്ലിക്കേഷൻ മണി എത്രയാണ്? 2 രൂപയാണ്. അപ്പോൾ 2 lakh ഇൻറ്റു 2 4 lakh. അപ്പോൾ എൻട്രി എന്താ വരും? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ. എമൗണ്ട് 4 lakh. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി ഈ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, March 1 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ജേണൽ എൻട്രി എന്താകും? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, 4 lakh. അതിലൊന്നും ഡൗട്ടില്ല. ക്ലിയർ അല്ലേ? ദെൻ അലോട്ട്മെൻറ്റ് മണി 3 രൂപയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി നമുക്കറിയാം. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ 2 lakh ഷെയർസ് ആണുള്ളത് ഇൻറ്റു 3 രൂപ. 2 lakh ഇൻറ്റു 3 എത്ര വരിക? 6 lakh. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുള്ള എൻട്രിയും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മനോജ് എന്ന വ്യക്തിക്ക് 5000 ഷെയർസ് ഉണ്ട്. ആ 5000 ഷെയർസ് ഉള്ള മനോജ് അലോട്ട്മെൻറ്റ് മണി പേ ചെയ്യുന്നതിൻ്റെ കൂടെ കോൾ മണിയും കൂടി എന്ത് ചെയ്തു? പേ ചെയ്തു.
അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അവിടെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ആ എൻട്രീസ് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിരുന്നു. ബാങ്ക് അക്കൗണ്ട്, ഡെബ്റ്റോർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 6 lakh ആണ് അല്ലേ? ഓക്കെ, ദെൻ അലോട്ട്മെൻറ്റ് മണിൻ്റെ കൂടെ കോൾസിന് അഡ്വാൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൾസിന് അഡ്വാൻസ് എത്രയാണ്? കോൾസിന് അഡ്വാൻസ് 5000 ഷെയർസ് ഇൻറ്റു 5 അല്ലേ? 5000 ഷെയർസിന് 5 രൂപ ആണ് കോൾ മണി. അപ്പോൾ 5 രൂപ വെച്ചിട്ട് 5000 ഷെയർസിൻ്റെ കോൾ മണി അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 25,000 അല്ലേ? അപ്പോൾ അത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോഴാണ് ആ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. സോ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് എഴുതുന്നു. ബാങ്ക് അക്കൗണ്ട് അപ് ടു 6,25,000 ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 6 lakh തന്നെയാണ്. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിന് എത്രയാണ്? 25,000. ഈ എൻട്രി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 6 lakh എഴുതാം. ദെൻ ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ് 25,000 അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്ത് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh ആണ് അല്ലേ? അപ്പോൾ 2 lakh ഷെയർസാണ് മൊത്തം ഉള്ളത്. കോൾ മണി എത്രയാണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി 5 രൂപ. അപ്പോൾ 2 lakh ഇൻറ്റു 5 10 lakh. ഓക്കെ, ഇനി കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്നാണ് വരിക. നോർമലി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എമൗണ്ട് 10 lakh ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 10 lakh കിട്ടുമോ? ഇല്ല. മനോജിൻ്റെ കയ്യിലുള്ള 5000 ഷെയർസിന് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനോജ് എന്ത് ചെയ്യില്ല? ഫൈനൽ കോൾ മണി അടക്കില്ല, കാരണം ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ആ കോൾസിന് അഡ്വാൻസ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ബാങ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റോ എത്രയാണ്? 9,75,000. ദെൻ കോൾസിന് അഡ്വാൻസ് കിട്ടിയത് എന്ത് ചെയ്യുന്നു? എന്നാണോ ആ കോൾ ഡ്യൂ ആകുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആ കോൾസിന് അഡ്വാൻസിന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ഡെബ്റ്റോ 25,000 ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 10 lakh. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബാങ്ക് അക്കൗണ്ടിലേക്ക് 9,75,000 ആണ് വന്നത്. കാരണം എന്താണ്? 25,000 അലോട്ട്മെൻറ്റ് മണിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 25,000 കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? ഇനി ഈ ഇൻട്രസ്റ്റ്, കോൾസിന് അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഗിവർ ആർക്കാണ് കൊടുക്കേണ്ടത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ കോൾസിൻ അഡ്വാൻസ് എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസ് എത്രയാണ്? 5,000 ഷെയർസാണ് മുൻകൂട്ടിയിട്ട് മനോജ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൾ മണിയുടെ വാല്യൂ 5000. അപ്പോൾ 25,000 അല്ലേ? ഈ 25,000-ന് 12% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 12% ഇൻറ്റു എത്ര മാസത്തേക്കാണ്? കോൾസിന് അഡ്വാൻസ് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി കിട്ടിയിട്ടത് എന്താണ്? 1 March 2011. ഇനി ആ 1 March 2011 കോൾസിന് അഡ്വാൻസ് കിട്ടി. ഇനി ആ കോൾസിന് അഡ്വാൻസിൻ്റെ കോള് അത് എന്നാണ് ആക്ച്വലി ഡ്യൂ ആവുന്നത്? 1 July 2011 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 മാസം ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, 4 മാസത്തിനാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 4/12 വരും. ഓക്കെ, അപ്പോൾ 25,000 ഇൻറ്റു 12% എത്ര നമ്പർ ഓഫ് മന്ത്സ്? 4 months ആണ്. അപ്പോൾ 4 / 12. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടും? 1,000 കിട്ടും അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി പറയാം. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു ഷെയർ ഹോൾഡേഴ്സ് എമൗണ്ട് 1,000. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് എത്രയാണ് വരിക? 1,000 ആണ് വരിക. ഓക്കെ, പേ ചെയ്യുമ്പോൾ എപ്പോഴും ബാങ്ക് എന്താണ്? ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ജേർണൽ എൻട്രീസും ഒക്കെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഈ കോൾസ് ഇൻ അഡ്വാൻസും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് ചെറിയൊരു ടോപ്പിക്കാണ്, ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷൻസും എന്നുള്ള ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.